ഹായ് എല്ലാവർക്കും നമസ്കാരം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ തലയ്ക്കകത്തുള്ള ബഹളമൊക്കെ ഒന്ന് നിർത്തിക്കിട്ടിയെങ്കിലെന്ന്? ചിന്തകളിങ്ങനെ വന്ന് തല പെരുത്തുപോകുന്ന അവസ്ഥ. അങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ സമാധാനം കണ്ടെത്താം, അതിലേക്കുള്ളൊരു വഴിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും നിങ്ങളുടെ മനസ്സ് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാറില്ലേ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുവാണോ? ഒരു നിമിഷത്തെ ശാന്തത കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ മാർക്കോ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന ആളാണ് മാർക്കോ. പ്രായം വെറും 24 വയസ്സേയുള്ളൂ. പക്ഷെ ആളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ഒരു സെക്കൻഡ് പോലും അടങ്ങാത്ത ചിന്തകൾ, ഭയങ്കരമായൊരു കോളിളക്കം തന്നെയായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ. അപ്പോ മാർക്കോയുടെ പ്രശ്നം എന്തായിരുന്നൂന്നറിയാമോ? അവന്റെ മനസ്സ് എപ്പോഴും രണ്ടറ്റത്തായിരുന്നു. ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടും. അയ്യോ, അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കും. അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നോർത്ത് ടെൻഷനടിക്കും. ഭാവിയെക്കുറിച്ചോർത്ത് പേടിയും ഉത്കണ്ഠയും. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പെട്ട് നട്ടം തിരിയായിരുന്നു പാവം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്തായിരിക്കും? ഊഹിക്കാലോ അല്ലേ? മാർക്കോയ്ക്ക് ഒരിടത്തും ഒരു മനസ്സമാധാനവും കിട്ടിയില്ല. രാത്രിയായാൽ ഉറക്കം വരില്ല, പകലാണെങ്കിലോ ഭയങ്കര ക്ഷീണം. സത്യം പറഞ്ഞാ ചിരിക്കുന്നതെങ്ങനെയാണെന്ന് പോലും അവൻ മറന്നുപോയിരുന്നു. എപ്പോഴും ഉള്ളിലൊരു കൊടുങ്കാറ്റടിക്കുന്ന പോലെയൊരവസ്ഥ. പക്ഷേ അറിയാമോ, ഇങ്ങനെയുള്ള ഇരുട്ടിലായിരിക്കുമ്പോഴാണല്ലോ ചിലപ്പോ ഒരു വെളിച്ചം വരുന്നത്. അതുപോലെ ആ കൊടുങ്കാറ്റിനിടയിലും ഒരു ചെറിയ പ്രതീക്ഷയുടെ വെട്ടം കണ്ടു തുടങ്ങി. മാർക്കോയുടെ ജീവിതം തന്നെ മാറാൻ പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാർക്കോ ഒരാളെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു ജ്ഞാനിയെപ്പറ്റി. അദ്ദേഹം ദൂരെ ഒരു കുന്നിൻ മുകളിൽ ഒറ്റയ്ക്ക് ശാന്തമായി ജീവിക്കുകയാണ്. പണ്ട് വലിയൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ നഗരത്തിലെ ബഹളമൊക്കെ മടുത്തിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. ഒരുപാട് പേർക്ക് മനഃശാന്തി കണ്ടെത്താൻ അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു. ഇത് കേട്ടതും മാർക്കോയുടെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷ വന്നു. ചിലപ്പോൾ ഈ മനുഷ്യനെന്നെ സഹായിക്കാൻ പറ്റിയാലോ? ആ ഒരൊറ്റ ചിന്തയായിരുന്നു അവന്റെ യാത്രയുടെ തുടക്കം. തന്റെ മനസ്സിന്റെ ഈ ഭാരമൊന്ന് ഇറക്കിവെക്കാൻ ഒരു വഴി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൻ ആ ജ്ഞാനിയെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവസാനം മാർക്കോ ആ ജ്ഞാനിയെ കണ്ടെത്തി. പക്ഷേ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ജ്ഞാനി അവനൊരു വളരെ വിചിത്രമായ ടാസ്ക് അങ്ങ് കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തതെന്നോ? ഒരു ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം നിറച്ചു. വെറുതെ നിറച്ചതല്ല, തുളുമ്പാറായി. അതായത് ആ ഗ്ലാസിന്റെ വക്കറ്റം വരെ നിറച്ചു. ഒന്ന് ചെറുതായി കൈവരച്ചാ മതി, വെള്ളം താഴെ പോവും. എന്നിട്ട് ആ ഗ്ലാസ് മാർക്കോയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുമായി ഗ്രാമത്തിന്റെ അറ്റം വരെ ഒന്ന് നടന്നിട്ട് തിരിച്ചു വരണം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഒരു തുള്ളി വെള്ളം പോലും നിലത്ത് വീഴാൻ പാടില്ല. ഇത് കേട്ട് മാർക്കോയ്ക്കാകെ അത്ഭുതമായി. എങ്കിലും അവൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അങ്ങനെ മാർക്കോ ആ ഗ്ലാസും എടുത്ത് തിരക്കിലുള്ള ആ തെരുവിലൂടെ നടക്കാൻ തുടങ്ങി. ചുറ്റും എന്തൊക്കെ ബഹളങ്ങളാണെന്നോ! ആളുകൾ അങ്ങോട്ടിങ്ങോട്ടും ഓടുന്നു, കടകളിലുള്ളവർ സാധനം വാങ്ങാൻ വിളിക്കുന്നു, പട്ടികൾ നിർത്താതെ കുരയ്ക്കുന്നു, കുട്ടികൾ ഒച്ചവെച്ച് കളിക്കുന്നു. പക്ഷേ മാർക്കോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവന്റെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ കോൺസെൻട്രേഷനും ആ ഗ്ലാസിൽ മാത്രമായിരുന്നു. അങ്ങനെ അവസാനം ഒരു തുള്ളി വെള്ളം പോലും കളയാതെ മാർക്കോ തിരികെ എത്തി. അവനപ്പോൾ നല്ല അഭിമാനം തോന്നി. പക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്, അല്ലെങ്കിൽ യഥാർത്ഥ പാഠം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കോയെ കണ്ടതും ആ ജ്ഞാനി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വളരെ ശാന്തമായി ചോദിച്ചു, നീ വരുന്ന വഴിക്ക് കുട്ടികൾ കളിക്കുന്നത് കണ്ടിരുന്നോ? അല്ലെങ്കിൽ പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടോ? ഇതൊരു വിചിത്രമായ ചോദ്യമായിട്ടാണ് മാർക്കോയ്ക്ക് തോന്നിയത്. അവൻ പറഞ്ഞു, ഇല്ലല്ലോ, ഞാനൊന്നും കണ്ടുമില്ല, കേട്ടുമില്ല. എന്റെ മുഴുവൻ ശ്രദ്ധയും ഈ ഗ്ലാസ്സിലല്ലായിരുന്നോ? അപ്പോ ആ ജ്ഞാനി വീണ്ടും പുഞ്ചിരിച്ചു. എന്നിട്ട് ആ വലിയ രഹസ്യം അവന് പറഞ്ഞുകൊടുത്തു. അത് തന്നെയാണ് മോനെ സമാധാനത്തിലേക്കുള്ള വഴി. നിന്റെ മനസ്സ് 100% ആ ഗ്ലാസിൽ ശ്രദ്ധിച്ചപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടമോ ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയോ നിന്റെ മനസ്സിലേക്ക് വന്നോ? ഇല്ല, അതിനവിടെ സ്ഥലമില്ലായിരുന്നു. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സമാധാനം എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമല്ല. അത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എപ്പോഴാണോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഈ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുന്നത്, അപ്പോ ആ സമാധാനം നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരൊറ്റ തിരിച്ചറിവ് മതിയായിരുന്നു മാർക്കോയുടെ ജീവിതം മൊത്തത്തിൽ മാറാൻ. ശരിക്കും പറഞ്ഞാൽ അവരൊരു പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു.
ഇപ്പൊ നോക്കൂ, ആ കൊടുങ്കാറ്റ് പോലെ ഉണ്ടായിരുന്ന മനസ്സ് എന്ത് ശാന്തമായി. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്ന, ടെൻഷൻ അടിച്ചിരുന്ന ആ മാർക്കോ എവിടെ? അവൻ ഭൂതകാലത്തിലെ സങ്കടങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പേടിയും ഒക്കെ വിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ചു. അതിന്റെ സമാധാനം ഇപ്പൊ അവന് മുഖത്തുണ്ട്. അതെ, മാർക്കോ ആ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പഠിച്ചു കഴിഞ്ഞു. മനസ്സിനെ അടക്കി ശാന്തമാക്കണോ? അതിന് ഒരൊറ്റ വഴിയേയുള്ളൂ. അതിനെ ഈ നിമിഷത്തിൽ പിടിച്ചു നിർത്തുക. എപ്പോഴും ഇപ്പോൾ എന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. നോക്കൂ, മാർക്കോയുടെ ഈ കഥ ശരിക്കും നമ്മളോടാണ് സംസാരിക്കുന്നത്. സമാധാനം കണ്ടെത്താനുള്ള ആ താക്കോല് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നതുപോലെ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുമുണ്ട്. അപ്പോ ചോദ്യം ഇത്രയുള്ളൂ: നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ് കൊടുക്കാൻ പോകുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങളിലോ, വരാനിരിക്കുന്ന കാര്യങ്ങളിലോ, അതോ ഈ നിമിഷത്തിലോ? മാർക്കോയുടെ ഈ കഥ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂടുതൽ കഥകളും വിശകലനങ്ങളും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അടുത്ത തവണ കാണുന്നതുവരെ എല്ലാവരും ആരോഗ്യത്തോടെ, സമാധാനത്തോടെ ഇരിക്കുക.